ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ലീലാമണി എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ലീലാമണി, യഥാർത്ഥ പേരല്ല. ഇപ്പോൾ 47 വയസ്സുണ്ട്. 2 പെൺകുട്ടികളുടെ അമ്മയാണ് ഞാൻ. ഹസ്ബൻഡ് 10 വർഷത്തിന് മുമ്പ് മരിച്ചുപോയി. ഞാനൊരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. ഭർത്താവിൻ്റെ മരണശേഷമാണ് ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയത്. അങ്ങനെയാണ് കുട്ടികളെ വളർത്തിയത്. കുറച്ചൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ സൗന്ദര്യം കൊണ്ട് കനിഞ്ഞനുഗ്രഹിച്ച 2 പെൺകുട്ടികളാണ് എനിക്കുള്ളത്. അതുകൊണ്ട് അവരുടെ കല്യാണം എങ്ങനെയെങ്കിലും പെട്ടെന്ന് നടത്താമെന്ന് എനിക്ക് ഉള്ളിലൊരാഗ്രഹമുണ്ടായിരുന്നു. എന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് 3 വർഷത്തിന് മുമ്പ് എൻ്റെ മൂത്ത മകൾ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയത്. സത്യം പറഞ്ഞാൽ ഞാൻ തകർന്നു പോയി. ഇളയ മകളോട് ഞാൻ പറഞ്ഞു, നിൻ്റെ കല്യാണം ഉടനെ ഒന്നും നടത്തുന്നില്ല, നീ പഠിച്ചോന്ന്. അവളിപ്പോൾ ബാംഗ്ലൂരിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ഇനി ആരുടെയെങ്കിലും കൂടെ പോകുമെന്ന് എനിക്ക് പേടിയൊക്കെയുണ്ട്. അവളെ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഓർക്കും ഞാൻ പ്രേമത്തിന് അടിമുടി എതിരാണെന്ന്. പക്ഷേ അങ്ങനെയല്ല, എനിക്ക് എതിർപ്പൊന്നുമില്ല. യോജിച്ച ആളെ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. ഇതിപ്പം എൻ്റെ മോൾ ഓടിപ്പോയത് ജോലിയും കൂലിയും സൗന്ദര്യവും ഒന്നും ഇല്ലാത്തൊരുത്തിൻ്റെ കൂടാണ്. എന്ത് കണ്ടിട്ടാണ് ഓടിപ്പോയതെന്ന് എനിക്കറിയില്ല. അന്നത്തെ കാലത്ത് വീട്ടുകാർ പറയുന്നു കല്യാണം കഴിക്കുന്നു. ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങളുടെ നോട്ടം എന്തിലേക്കാണ് എവിടേക്കാണെന്ന് ആർക്കറിയാം മാഡം. എന്തായാലും അവളുടെ ഭർത്താവിനെ എനിക്കൊട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് അംഗീകരിക്കാനും പറ്റിയില്ല. 1 വർഷത്തോളം ഞാൻ മിണ്ടാനോ ഒന്നും പറയാനോ പോകില്ലായിരുന്നു. എവിടെയാണെന്ന് പോലും തിരക്കിയില്ല. കാരണം എൻ്റെ ഇളയ മകളെ നന്നായി പഠിപ്പിക്കണം. 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം വീട്ടിൽ കയറി വന്നിട്ട്, അമ്മ, ആ ജീവിതം എനിക്കത്ര ശരിയാകാൻ തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാനിതിൻ്റെ പേരിൽ ഒരിടപാടും നടത്തുകയില്ല. നിന്നെ സഹായിക്കാനും വരുന്നില്ല. നിനക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് അന്തി ഉറങ്ങാം. അന്നും ഭർത്താവിനോട് പിണങ്ങിയാണ് വന്നത്. ഏകദേശം 2 ആഴ്ച ഉണ്ടായിരുന്നു. പിന്നീട് അവനുമായിട്ട് ഫോൺ വിളിക്കുകയോ എന്തൊക്കെയോ പറയുകയോ ഒക്കെ ചെയ്യുന്ന കണ്ടു. അങ്ങനെ അങ്ങ് പോവുകയും ചെയ്തു. പിന്നീട് ഒരു 2-3 മാസം കൂടി കഴിയുമ്പോഴേക്കും അവനോട് പിണങ്ങി 2-3 ആഴ്ച ഇവിടെ വന്ന് താമസിക്കും. അത് കഴിഞ്ഞ് ഫോണിൽ കൂടെ എന്തൊക്കെയോ പറഞ്ഞ് അങ്ങ് പോവുകയും ചെയ്യും. ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാനാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും 5 പൈസ ഞാൻ കൊടുക്കില്ല. കാരണം എൻ്റെ ഇഷ്ടത്തിനല്ല അവൾ പോയത്. അവൾ പോയ ഭർത്താവ് നല്ലതല്ല. പിന്നെ എന്തിനാണ് ഞാൻ കൊടുക്കുന്നത്? ഇത്രയും കാലം ഭർത്താവ് പോയതിൽ പിന്നെ പല ആണുങ്ങളും എൻ്റെ പുറകെ നടന്നിട്ടുണ്ട്. ഞാനതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചു. ഇനിയിപ്പോൾ വേണമെങ്കിലും പിള്ളേരുടെ കല്യാണം കഴിച്ചിട്ട് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു. ഒരുത്തി ഇങ്ങനെയായി. ഈ സമയത്താണ് എൻ്റെ വീടിന് തൊട്ട് ചേർന്നുള്ളൊരു വീടുണ്ട്. അവിടുത്തെ ആളുകളൊക്കെ ഗൾഫിലാണ്. അവർക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാൻ ഉദ്ദേശമില്ല. ഇനിയിപ്പോൾ വിദേശ രാജ്യത്തെങ്ങാണ്ട് പോയി സെറ്റിലാകാൻ പോവുകയാണെന്ന്. അപ്പോൾ വീട് വിൽക്കണം. അവിടേക്ക് വന്നത് ഒരിക്കയും ഭാര്യയും പിന്നെ അവരുടെ മോനുമാണ്. മോന് 24 വയസ്സുണ്ട്. അവൻ ഇവിടെ വന്ന് 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഗൾഫിലേക്ക് പോവുകയും ചെയ്തു. പിന്നെ ഇക്കയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരൻ എൻ്റെ സീനിയറായിട്ട് ഞാൻ പഠിച്ച ഗ്രാമത്തിലെ സ്കൂളിൽ പഠിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ മിണ്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ കാലക്രമത്തിൽ മറന്നുപോയതാണ്. അതുകൊണ്ട് സഹപാഠികളാണ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ പെട്ടെന്ന് അടുത്തു. ഇക്കയ്ക്ക് ഒരു മകൻ മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് ഇത്തിരി കുഴപ്പങ്ങളും വയ്യായകളും ഒക്കെ ഉള്ളതാണ്. ആദ്യത്തെ പ്രസവത്തിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. പിന്നീട് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു കുട്ടി മതിയെന്ന് വെച്ചു. മതിയെന്നല്ല, അങ്ങനെ വിചാരിച്ചാലും വേറൊരു കുട്ടി വേണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഭാര്യയെ അങ്ങനെ വിട്ടുകൊടുത്ത് വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് പിന്നെ 2ാമത് കുട്ടികൾ ഉണ്ടാകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് ചേർന്ന പരിപാടിയല്ല എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. ഞാനും പറഞ്ഞത് നല്ല കാര്യമാണ്, ഒരു കുട്ടി ഉണ്ടല്ലോ, അത് മതി, സമാധാനിക്കുക എന്ന് പറഞ്ഞ് ഞാനും ഒന്ന് ചിരിച്ചു. ഇക്ക എന്നെ അടിപിടി നോക്കിയിട്ട് പറഞ്ഞു, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നിന്നെ ഒത്തിരി ആണുങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. സത്യം പറഞ്ഞാൽ പല ആണുങ്ങളും നിന്നെ ഓർത്ത് എന്ന് പറഞ്ഞ് ഇക്ക ഒരു വാചകം പറഞ്ഞു. ഞാനത് കേട്ട് ഞെട്ടിപ്പോയി. ഇക്ക, എൻ്റെ ഭർത്താവ് മരിച്ചു നിൽക്കുന്ന ഒരാളാണ് ഞാനെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഭർത്താവിലേ മരിച്ചിട്ടുള്ളൂ, നീ മരിച്ചിട്ടില്ലല്ലോ, നീ ഇങ്ങനെ തൂണ് പോലെ നിൽക്കുകയല്ലേ. അപ്പോൾ ഈ സമയത്തും ഞാൻ ആ കഥ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാനൊരു പൊട്ടനായി പോയില്ലേ. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് പോയിക്കാ, ഭാര്യ കേൾക്കുമെന്ന്. അപ്പോൾ ഒക്കെ എന്നോട് പറഞ്ഞു, എടി, അവളെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണവുമില്ല ദോഷവുമില്ല. അവൾ ഈ മേഖലയിലില്ല. കാര്യം ഒന്ന് പ്രസവം കഴിഞ്ഞതോടുകൂടി അവൾക്ക് പ്രശ്നങ്ങളായല്ലോ. അതുകൊണ്ട് പിന്നീട് ഞങ്ങൾ തമ്മിൽ ഒരു കാര്യവുമില്ല, സ്നേഹമല്ലാതെ. പക്ഷേ ഭാര്യ എന്നുള്ള നിലയിൽ അവളെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. അല്ല ഇക്ക, പിന്നെ എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടന്നു പോകുന്നല്ലേ നീ ചോദിക്കുന്നത്? ആ, ഇടക്കാലാശ്വാസം ഏതൊരാണിനും ഇത്തരം അവസ്ഥകളിൽ കണ്ടെത്തിയല്ലേ മതിയാകൂ. അല്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. കുടുംബത്തെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ ഇടക്കാലാശ്വാസം അതെനിക്കുണ്ടെന്ന് പറഞ്ഞു. ഇക്ക
കൊച്ചു കള്ളനാണല്ലോ, കണ്ടപ്പോഴേ ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറയാൻ എങ്ങനെ തോന്നിയെന്ന്. അപ്പോൾ ഇക്ക എടുത്തടിച്ച പോലെ പറയുകയാണ്, നിന്നെ കണ്ടപ്പോൾ പഴയ സൗന്ദര്യമൊന്നും പോയിട്ടില്ലെന്ന് തോന്നി. അതുമാത്രമല്ല, നിനക്കിപ്പോൾ ഭർത്താവുമില്ലല്ലോ, നിൻ്റെ കാര്യങ്ങളും സ്മൂത്തായി പോകുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുവെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ 2 പെൺകുട്ടികളെ വളർത്തി ഞാൻ മാനമര്യാദയ്ക്ക് ജീവിക്കുകയാണ്. ഇക്ക വന്ന് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്, നാട്ടുകാരെങ്കിലും കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്ന്. പുള്ളി പറഞ്ഞു, നീ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളാന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്കങ്ങ് പ്രശ്നങ്ങളായേക്കും. ഇപ്പം 10 വർഷമായില്ലേ, ഇനി കാത്തിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണക്കമുന്തിരി ഉണങ്ങുന്നത് പോലെ ആയിപ്പോവും മോളെ ജീവിതം എന്ന് പറഞ്ഞു. ഒന്ന് പോയിക്ക എന്ന് പറഞ്ഞ് ഞാൻ മാറുകയും ചെയ്തു. ഇതൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ആ സമയത്തും അത് കഴിഞ്ഞ ശേഷം പുള്ളി എന്നോട് വളരെ സ്നേഹത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. ഇടയ്ക്ക് പക്ഷേ ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ പറയും. അത് സഹപാഠി അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ച ഒരാളെന്നുള്ള രീതിയിൽ ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. തമാശയൊക്കെ പറയാൻ ഞങ്ങൾ 2 പേരും കൂടി മതിലിൻ്റെ അവിടെ വരും. പുള്ളിക്കാരൻ്റെ ഭാര്യയ്ക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. വീട്ടിന് പുറത്തുനിന്ന് അങ്ങനെ ഇറങ്ങാറുമില്ല. ബിസിനസ്സാണ്, ഇഷ്ടംപോലെ പണവുമുണ്ട്. പിന്നീട് എന്നെ പണം തന്ന് സഹായിക്കാനും തുടങ്ങി. എന്ന് വെച്ചിട്ട് ഇത്തരം തമാശകളല്ലാതെ അതിന് കടന്ന കാര്യങ്ങൾക്കൊന്നും എന്നെ നിർബന്ധിച്ചിട്ടുമില്ല. പക്ഷേ ഒരു ദിവസം എൻ്റെ മോള് ഭർത്താവുമായിട്ട് പിണങ്ങി ഇവിടെ വന്ന് നിന്നല്ലോ. അവളിവിടെ ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാനും ഇക്കയും കൂടെ അതിൽ നിന്ന് നല്ല സംസാരം, ഇക്കയാണ് തമാശ പറയുകയാണ്. അപ്പോൾ ഞാനങ്ങ് പൊട്ടിച്ചിരിച്ചു പരിസരം മറന്ന്. പുള്ളിക്കാരൻ പോയ ശേഷം ഞാൻ വീട്ടിലേക്ക് കയറി വന്നു. ആ സമയത്ത് സ്വീകരണ മുറിയിലിരുന്ന് എൻ്റെ പിണങ്ങി വന്ന മൂത്ത മോള് TV കാണുകയാണ്. എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഭൂ ഭൂ എന്നൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ ശബ്ദങ്ങളുണ്ടാക്കി. മുഖം ചുളിക്കുകയോ മുഖം കോട്ടുകയോ ഒക്കെ ചെയ്യുന്നു. ഞാൻ ചോദിച്ചു, നിനക്കെന്ത് പറ്റി, വായ് വല്ല ഈച്ചയും കയറിപ്പോയെന്ന്. അപ്പോഴേക്കും മോള് പറയുകയാണ്, ആ ഈച്ചയല്ലേ കയറിപ്പോയത്, മറ്റു പലതും കയറിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം വയസ്സാങ്കാലത്തെ അമ്മയുടെ തുള്ളാട്ടം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഇത് ഇവിടെങ്ങും ചെന്ന് നിൽക്കില്ലെന്ന്. ഞാൻ ചോദിച്ചു, നീ എന്താ കണ്ടത്, നീ എന്തെങ്കിലും കണ്ടോ കൂടുതലായിട്ടെന്നും. ഇപ്പം കണ്ടത് വെച്ച് എനിക്ക് മനസ്സിലായി ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. നീ എന്താ ഉദ്ദേശിക്കുന്നത് തെളിച്ച് പറയാനും. നിങ്ങളും ആ ഇക്കയും കൂടെ എന്താണ്, അവരുടെ ഭാര്യ വയ്യാതിരിക്കുകയാണ് പണ്ട് തൊട്ടേ. അങ്ങേർക്കാണെങ്കിൽ നല്ല ചുറ്റിക്കളി ഉണ്ടെന്ന് നാട്ടിലെല്ലാവർക്കും അറിയാം. അതുമാത്രമല്ല, അങ്ങേരെ കണ്ടാൽ ഇത്ര പ്രായമുണ്ടെങ്കിലും ഒരു 30 വയസ്സ് പോലും പറയില്ല. എന്തൊരു സുന്ദരനാണ്. നിങ്ങൾക്ക് അങ്ങേരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വിധവയാണെന്നുള്ള ആ ഒരു വിചാരം നഷ്ടപ്പെട്ടു. അങ്ങേരുടെ തോളിൽ ചെന്ന് കയറുകയാണല്ലോ. എടി, ഞാനും പുള്ളിക്കാരും കൂടെ ഒരു സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചതാണ്. ആ അപ്പം അമ്മ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ അങ്ങേരെ നോട്ടം വിട്ടതാണല്ലേ. ഇപ്പോൾ അമ്മയുടെ അടുത്ത് തന്നെ കറങ്ങി തിരിഞ്ഞു വന്നു. അമ്മയ്ക്കാണെങ്കിൽ നല്ല സൗകര്യമായി. എനിക്ക് തോന്നുന്നത് ആ വിറ്റൊഴിയാത്ത വീട് ഇങ്ങേർക്ക് ശരിയാക്കി കൊടുത്തത് അമ്മയാണെന്നും. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അടിപിടി കല്ല് വന്നു. എനിക്കവളെ അപ്പം തന്നെ 2 കൊടുക്കാനാണ് തോന്നിയത്. ഞാൻ പറഞ്ഞു, ആണ്, ഞാൻ പറഞ്ഞിട്ട് വന്നത്. ഇക്ക എൻ്റെ കാമുകനാണ്, പിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല, അങ്ങയുടെ ഭാര്യ അയാൾ ഉപേക്ഷിക്കില്ല. എനിക്കും ഇടക്കാല ആശ്വാസം വേണ്ടേ, അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഇങ്ങനെ അങ്ങ് പോയിക്കോട്ടെ, നിനക്കതിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നീ എന്തോ കണ്ടിട്ട് ഒരു മൂക്ലാഞ്ചി മോറിൻ്റെ കൂടെ ഇറങ്ങിപ്പോയതല്ലേ, എന്നിട്ട് നീ എന്തിനാണ് മാസാമാസം പിണങ്ങി വന്ന് ഈ വീട്ടിൽ എന്നെ ബുദ്ധിമുട്ടിപ്പിക്കാനിരിക്കുന്നത്? ഞാൻ അധ്വാനിച്ചു കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ തിന്നു തീർക്കാൻ വേണ്ടി മാത്രം നീ വരുന്നതാണോ? നിനക്ക് നിൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പോയി നിന്നുകൂടെ എന്ന് ചോദിച്ചു. ഇല്ല, എനിക്ക് തോന്നുമ്പോഴേ ഞാൻ പോകുന്നുള്ളൂ, എനിക്കിവിടെ അവകാശമുണ്ട്, എനിക്ക് വീതം കിട്ടിയിട്ടില്ല, എനിക്ക് സ്ത്രീധനം കിട്ടിയിട്ടില്ലെന്ന്. ഞാൻ പറഞ്ഞു, നീ വീതം കിട്ടിയിട്ടില്ലെങ്കിൽ ഇതേ അപ്പുറത്തൊരു കുഴൽ കിട്ടിയങ്ങ് താമസിയില്. പിന്നെ വേറൊരു കാര്യം, നിനക്ക് സ്ത്രീധനം ഞാൻ തരാം, നല്ല ചൂലും കെട്ടുണ്ട്, അതെടുത്ത് നിനക്ക് എന്ന് 2 പെട തരാം, അപ്പോൾ നിനക്ക് സ്ത്രീധനം കിട്ടിയതുപോലെയാകും എന്ന് പറഞ്ഞ് ഞാൻ അകത്തേക്ക് പോയി. അപ്പോഴേക്കും മോള് പുറകെ വന്നിട്ട്, എനിക്കറിയാം നിങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണെന്നും അങ്ങേര് മിക്കവാറും ദിവസം ഇവിടെ വരാറുമുണ്ട്, ഞാനിവിടെ വന്ന് കിടക്കുന്ന സമയത്ത് അടുക്കളയിലെ കതക് തുറക്കുന്നതായിട്ട് ഞാൻ കേൾക്കുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, ആണ്, നിനക്കെന്താ, എൻ്റെ അടുക്കള അത് തുറന്ന് അങ്ങേരി വന്നു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നിനക്ക് ഭർത്താവ് ഉണ്ടല്ലോ, നിനക്ക് അടുക്കള കഥ തുറക്കുന്നത് കേൾക്കുമ്പോൾ എന്തെങ്കിലും കുഴപ്പമാണെങ്കിൽ നീ തിരിച്ച് നിൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പോവുക, അങ്ങേര് അവിടെ ഉണ്ടല്ലോ, അവനുമായിട്ട് വാതിൽ തുറക്കുകയോ അടയ്ക്കുകയോ എന്ത് വേണേലും ചെയ്യുക, എന്നെ ശല്യപ്പെടുത്തരുത്, ഞാൻ അത് സമ്മതിക്കത്തില്ലെന്ന് അവൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിൻ്റെ സമ്മതം ആർക്കും വേണ്ട കാര്യമില്ല, ഞങ്ങൾ 2 പേരും പ്രായപൂർത്തിയായവരാണ്, ഇത്രയും പ്രായമുണ്ട്, നിൻ്റെ സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ എല്ലാവരോടും പറയും, നാട്ടുകാരോടും പറയും, ഇവിടെ വരുന്നവരോടും പറയും, എൻ്റെ അനിയത്തിയോടും പറയുമെന്ന്. ഞാൻ പറയും, നീ എല്ലാവരോടും പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, ഇവരുടെ ആരുടെയും ചിലവിലല്ല ഞാൻ ജീവിക്കുന്നതെന്ന് പറഞ്ഞു. കാര്യം ഇവളുടെ അടുത്ത് നമ്മൾ ഏതെങ്കിലും രീതിയിൽ മോളെ അങ്ങനെയൊന്നും അല്ല, ഞാൻ പാവമാണേ, എനിക്ക് അയാളുമായിട്ട് യാതൊരു ബന്ധമില്ലേ എന്ന് പറഞ്ഞാൽ സമ്മതിക്കുന്ന തരമല്ല. അപ്പോൾ അവൾ പറയും, നിങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവൾ ബന്ധമില്ലെന്ന് പറഞ്ഞേക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്.
പിന്നെയും എൻ്റെ അടുത്ത് അവൾ ചൊറിയാൻ വന്നു. ആ സമയത്ത് ഞാൻ ശരിക്കും ആട്ടി ഓടിച്ചു. ഇവിടെ നിർത്തത്തില്ല, ഇറക്കി വിടുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അടങ്ങിയത്. പിന്നെയാണ് ഞാൻ ഓർത്തത്, ഇവളൊക്കെ ഞാൻ ഭയപ്പെടേണ്ട കാര്യം എന്താ? ഇവൾ പറഞ്ഞ പോലെയാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ തനിയെ വിചാരിച്ചതാണ് ഇനി ഒരാണ് എൻ്റെ ജീവിതത്തിൽ വേണ്ടാന്ന്, അല്ലാതെ ഇവളുമാർ പറഞ്ഞിട്ടൊന്നുമല്ല. രണ്ട് പെൺകുട്ടികളല്ലേ എന്നോർത്ത്. ഇവളാണെങ്കിൽ വേലി ചാടി പോവുകയും ചെയ്തു. എന്നിട്ട് വന്ന് എൻ്റെ കാര്യത്തെക്കുറിച്ച് കുറ്റം പറയുന്നു. അങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാകില്ല. ഇക്കയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇക്ക അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അടുക്കള വാതിലല്ല, അരമന കഥക് വരെ ഞാൻ തുറന്നു കൊടുക്കും. അതിന് ഇവൾക്കെന്താ എന്നൊക്കെ എൻ്റെ മനസ്സിൽ വാശി തോന്നി. പിന്നീട് ഇക്ക സല്ലപിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ മോള് വന്ന് വഴക്കുണ്ടാക്കി. ഇന്നലെ പോയിട്ടുണ്ട്, ഭർത്താവായിട്ട് വഴക്കുണ്ടാക്കി വന്നതാണ്, അവളുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, അല്ലെങ്കിലും അവളെ കണ്ടാൽ അറിയാം, അവൾ വേലിയും ചാടും മതിലും ചാടുമെന്ന്. എന്ത് ചെയ്യാനാ, നിൻ്റെ സ്വഭാവമല്ല കിട്ടിയിരിക്കുന്നത്, വേറെ ആരുടെയോ സ്വഭാവമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, എൻ്റെ ഭർത്താവിൻ്റെ അമ്മയുടെ സ്വഭാവമല്ല അവർക്ക് കിട്ടിയിരിക്കുന്നത്, വല്ലാത്തൊരു ടൈപ്പാ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, മോൾ അങ്ങനെ പറഞ്ഞപ്പോൾ നീ എന്തിനാ ഇങ്ങനെയൊക്കെ സമ്മതിക്കാൻ പോയെന്ന്. ഞാൻ പറഞ്ഞു, അല്ല, അവളെ പിടിച്ചപ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ ഇക്ക എൻ്റെ കയ്യിലും തൊട്ടിട്ട് പറഞ്ഞു, അല്ല, അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്നോട് എവിടെയോ എങ്ങോ ഒരു ചെറിയ കോണിൽ ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ഭർത്താവ് പോയ പിന്നെ നീ വെറുതെ നിൽക്കുകയാണെന്നല്ലേ പറഞ്ഞത്. ഞാനിതൊക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും നിനക്കൊരു മനമാറ്റം ഉണ്ടായെന്ന് തോന്നുന്നു. നീ ഒന്നാകെ പൂത്തുലഞ്ഞിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, പൂത്തുലഞ്ഞതല്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പെണ്ണ് പറഞ്ഞപ്പം ഡിഫെൻസ് ചെയ്യാൻ വേണ്ടി ഞാനങ്ങ് പറഞ്ഞതാണ്. അപ്പോൾ നിനക്ക് എന്നോട് ഒട്ടും താല്പര്യമില്ലേ? അയ്യോ, ഞാൻ ഓർത്തു ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഏതെങ്കിലും ഒരു ദിവസം നീ പറയുമായിരിക്കും ഇക്കാ വരൂന്ന്. എന്ത് ചെയ്യാനാ, ഒരു പ്രയോജനമില്ലല്ലോ. വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളായിരുന്നെങ്കിൽ ഇപ്പോൾ എന്നെ കണ്ട് 100 വട്ടം അവരുടെ വീട്ടിലേക്ക് വിളിച്ച് ഒരു ലഞ്ചെങ്കിലും തന്നേനും. നീയാണെങ്കിൽ ഇതുവരെ എന്നെ വിളിച്ച് ഒരു പച്ചവെള്ളം പോലും തന്നിട്ടില്ല. ഈ മതിലിൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ച് നാട്ടുകാരെ കൊണ്ട് നിൻ്റെ മോളെ കൊണ്ട് വെറുതെ കാര്യങ്ങൾ പറയിപ്പിക്കുക എന്നുള്ളതല്ലാതെ എന്താ ഗുണം എന്ന് പറഞ്ഞു. ഓ, നിങ്ങൾക്ക് ലഞ്ച് വേണമല്ലേ? ശരി, ഞാൻ ലഞ്ച് ഉണ്ടാക്കി തരാം, അടുത്ത ഞായറാഴ്ച ആകട്ടെ, കാത്തിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അടുത്ത ഞായറാഴ്ച ലഞ്ച് ഉണ്ടാക്കി പുള്ളിക്കാരനെ വിളിച്ചു. പിന്നെ അന്നേരം എൻ്റെ മോളില്ല കേട്ടോ. ഭർത്താവായിട്ട് ഇനി എന്ന് പിണങ്ങി വരുമെന്ന് അറിയില്ലല്ലോ. വന്നാൽ എന്തെങ്കിലും പറയും, ഇല്ലെങ്കിൽ ഫോണൊന്നും വിളിക്കാറൊന്നുമില്ല. ഇതിനിടയ്ക്ക് എൻ്റെ ഇളയ മകളോട് അവൾ വിളിച്ച് പറഞ്ഞിരുന്നു. ഇളയ മകൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ ഞാൻ അവളെ ഡിഫെൻസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണെന്ന്. പക്ഷേ ഇളയ മകളുടെ സ്വഭാവം എന്നെ അത്ഭുതപ്പെടുത്തി. അതൊന്നും സാരമില്ലമ്മ, അമ്മയ്ക്ക് എന്തെങ്കിലും തോന്നിയെന്ന് പറഞ്ഞാലും അമ്മ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ മുന്നോട്ട് പോകും, അതൊക്കെ അമ്മയുടെ സ്വകാര്യതയല്ലേന്ന്. മോളെ പഠിപ്പിക്കാൻ വിട്ടതുകൊണ്ട് വലിയൊരു ഗുണമുണ്ടായി. അവൾക്ക് വിശാലമായ ചിന്തയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ഇക്ക വന്നപ്പോൾ വിഭവസമൃദ്ധമായി ഞാനൊരു സദ്യ തന്നെ ഉണ്ടാക്കി കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം പോകാൻ നേരത്ത് ഞാൻ പറഞ്ഞു, ദേ ഇവിടെ വരിക്കച്ചക്ക ഇരിപ്പുണ്ട്, ഞാൻ 2 ചുള ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് എല്ലാം അടർത്തി എടുത്ത് ഞാൻ കൊടുത്തു. പുള്ളി ഒരെണ്ണം എടുത്ത് കടിച്ച് നന്നായി തിന്നു. അത് കഴിഞ്ഞ ശേഷം എന്നോട് പറഞ്ഞു, ഓ എന്ത് ഇത്, തേൻ വരിക്കോ, എന്ത് നല്ല മധുരമാണ്, ഇതെവിടുന്നാ? ദേ നമ്മുടെ അപ്പുറത്തെ പറമ്പിൽ, ഞങ്ങളുടെ പറമ്പിൽ ആ കോണിക്ക് നിപ്പുണ്ട്, അതിലിനി ചക്കയുണ്ടോ? പിന്നെ ഉണ്ട് എടി, എനിക്കൊരു ചക്ക തരുമോ പഴിപ്പിക്കാൻ? അതിനെന്താ, പോയി കയറിയിട്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒന്നും എത്തില്ല, കയറി പറിക്കണം. പറിക്കാൻ പറ്റുമെങ്കിൽ ആരെ കൊണ്ടെങ്കിലും പറപ്പിക്കൂ. അതെന്തിനാടി വേറെ ഒരാൾ? ഞാൻ നല്ല മരം കയറുമല്ലോ. ആ, നിങ്ങൾ മരം കയറിയാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. അതല്ലടി, എൻ്റെ വൈഫ് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞതേ ഉള്ളൂ വരിക്കച്ചക്ക കഴിക്കണമെന്ന്. അവളാണെങ്കിൽ പുറത്തും അധികം ഇറങ്ങുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, അതിനെന്താ 1, 2, 3 പറിച്ചോണ്ട് പോകും എന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരനിലെ ഒരു ചക്കച്ചുള അടർത്തി വെച്ചിരിക്കുന്നത് എടുത്ത് എന്നിട്ട് നന്നായി ആസ്വദിച്ചിട്ട് പറയുകയാണ്, ഈ ചുളയുടെ നടുക്ക് പോലും നല്ല തേനാണ്, തേൻ വരിക്കയത് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷൻ കാണിച്ചുകൊണ്ട് എന്നെ നോക്കി. എനിക്ക് പുള്ളി ഉദ്ദേശിച്ചത് എന്താണെന്ന് ഒറ്റ ഇതിലെ പിടികിട്ടി. ഞാനൊന്നും മിണ്ടിയില്ല. കണ്ണുകൾ വേറൊരു ഭാഗത്തേക്ക് ചലിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ആ തേൻ വരിക്കയാണ്, കൂടുതൽ അങ്ങോട്ട് തേൻ കുടിച്ചെന്ന് പറഞ്ഞാലും മത്ത് പിടിക്കുമെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഒരിക്കലും തേൻ വരിക്കയിലെ തേൻ കുടിച്ച് മത്ത് പിടിക്കില്ല, ഈ തേൻ പ്രത്യേകമായൊരു തേനാണ്. നിങ്ങളുടെ മനസ്സിലിരിപ്പും വാചകമൊക്കെ എനിക്ക് മനസ്സിലാക്കുന്നുണ്ടെന്ന്. ഓ, എന്നെങ്കിലും നിനക്ക് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ചക്ക പറിക്കാൻ എപ്പോഴാണ് വരുന്നത്? അത് ഞാൻ 4 മണിക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം 4 മണിക്ക് വന്നു. പിന്നെ ഇക്കയെ സഹായിക്കാൻ വേണ്ടിയിട്ട് പ്ലാവിൻ്റെ മുട്ടിൽ ഞാനും പോയി. ഇക്കയാണെങ്കിൽ ഒരു ബർമുട ഇട്ടുണ്ടാണ് വന്നത്. ഞാനത് കണ്ട് ചിരിച്ചു. എന്താ ഇതിട്ടുണ്ട് വന്നത്? പിന്നെ ഞാൻ കാര്യം എടുത്തോണ്ട് മേളിൽ കയറിയിട്ട് വേണം, നീ ചക്ക താഴെ വീഴുന്നത് കണ്ട് നന്നായി പൊട്ടിച്ചിരിക്കായിരുന്നു. എന്നാലും മനുഷ്യൻ കിളവനായിട്ടും അഹങ്കാരം അടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞപ്പം, ഞാൻ കിളവനല്ലടി, ഞാൻ ചെറുപ്പക്കാരനല്ലേ, നമുക്കത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല, 50 വയസ്സിന് താഴെയല്ലേ ഉള്ളൂ, അതൊക്കെ ഒരു പ്രായമാണോ എന്ന് പറഞ്ഞു.
എന്തായാലും ചക്ക കൊണ്ടുപോയ ശേഷം അത് പഴുത്ത് കഴിച്ച ശേഷം എന്നോട് പറഞ്ഞു, നീ പഴുപ്പിച്ചിൻ്റെ അത്രയും ഒരു തേനും മണവും രുചിയും ഒന്നും ഇതിലില്ലായിരുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വെറുതെ വിദ്യ ഇറക്കണ്ടെന്ന്. അപ്പോഴാണ് പുള്ളി പറഞ്ഞത്, നീ ഇനി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി സമയം പോക്കരുത്. എനിക്ക് ആഗ്രഹങ്ങളുണ്ട്, നിനക്കും അത് സേഫായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് കുട്ടികളുണ്ട് 2 പേര്. മൂത്തവളുടെ സ്വഭാവം അറിയാമല്ലോ, നാട്ടുകാരെ വീട്ടുകാർ, നിങ്ങളുടെ ഭാര്യ. എൻ്റെ ഭാര്യയ്ക്ക് കുഴപ്പമില്ല, കാര്യം അവൾക്കൊന്നിനും വയ്യല്ലോ. അവൾക്ക് എൻ്റെ കാര്യം അറിയാം, അവളെ ഉപേക്ഷിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. അവൾക്ക് എല്ലാവരേക്കാളും പ്രാധാന്യം ഞാൻ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് എൻ്റെ ഈ വക കാര്യങ്ങളിൽ അവൾ ഒരിക്കലും പ്രശ്നമുണ്ടാക്കില്ല, എല്ലാം സേഫായിരിക്കും. നമുക്ക് രാത്രികളുണ്ടല്ലോ, അത് മതി, നാട്ടുകാരും ആരും അറിയില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോൾ പറഞ്ഞു, ചിന്തിച്ചിട്ട് പറയാമെന്ന്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് എസ് പറയേണ്ടി വന്നു. കാരണം എന്നുള്ളിലെ മോഹമാകുന്ന തേൻവരിക്ക പൂത്തുലഞ്ഞു. പൂവിട്ട് കായിട്ട് തളിരിട്ട് മൂത്ത് പഴുത്ത് തേൻ കിരിയുന്ന അവസ്ഥയിലായിരുന്നു. മോഹം തേൻ കിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് മാഡം, ഒരു പെണ്ണും ഏത് പ്രായത്തിലും പിടിച്ചാൽ നിൽക്കില്ല. അതാണ് എനിക്ക് സംഭവിച്ചത്. പിന്നെ ഇക്കയുടെ നിറം, സൗന്ദര്യം, കരുത്ത്, ഇതൊക്കെ പണ്ടേ എൻ്റെ ഉള്ളിൽ മോഹിച്ചിരുന്നോ എന്നുപോലും എനിക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും ഭാവവുമെല്ലാം. അപ്പോൾ പിന്നെ ഏത് പെണ്ണിനാണ് എസ് പറയാതിരിക്കാൻ കഴിയുക? അങ്ങനെ ഈ പ്രായത്തിൽ ഞാനും എസ് പറഞ്ഞു. പക്ഷേ എസ് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, മോള് കളിയാക്കിയെന്ന് പറഞ്ഞാലും അവൾ എന്നിലുണ്ടാക്കിയ സ്പാർക്ക് മൂലമാണ് ഇക്ക എന്നിലേക്ക് വന്നത്. പക്ഷേ അതെനിക്ക് അനുഗ്രഹമായിരുന്നു. കാരണം ഏതോ പ്രായത്തിൽ നമുക്ക് പ്രകൃതി നിശ്ചയിച്ചിട്ടുണ്ട്, നീ ഒന്ന് മാത്രം അറിഞ്ഞാൽ പോരാ, ഒന്നറിയണം, രണ്ടറിയണം, ചിലപ്പോൾ 2000 അറിയണമെന്ന്. പക്ഷേ എല്ലാവർക്കും ആ ഭാഗ്യം ഉണ്ടാകണമെന്നില്ല. സദാചാരത്തിൻ്റെയും മറ്റു പേരുകൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഒന്ന് മതി എന്ന് പറഞ്ഞിരിക്കും. അവർ മുകളിലേക്ക് ചെല്ലുമ്പോൾ ദൈവം ചോദിക്കും, എടാ അല്ലെങ്കിൽ എടി, നീയൊക്കെ ഞാൻ സൃഷ്ടിച്ചു വെച്ച പല സൗന്ദര്യമുള്ള കാര്യങ്ങളും കണ്ടില്ല, എല്ലാം ഒതുക്കി കെട്ടി അവിടെ നിന്നിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. എന്തിന്? ഇതൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്, ആറാടുകയല്ലാതെ. കാരണം എനിക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വലിയ മോഹ കൂടാരങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ കൂടാരം എനിക്ക് പൊളിക്കാതിരിക്കാൻ പറ്റുമോ? പൊളിക്കരുത്, പക്ഷേ അടിച്ചു പൊളിക്കും. അതായിരുന്നു എൻ്റെ ജീവിതം. പിന്നീട് മകൾ വരുന്ന ദിവസങ്ങളിൽ മാത്രം ഞാൻ അവളോട് ഏറ്റുമുട്ടാനിരിക്കില്ല, കാരണം അന്ന് ഞാൻ റെസ്റ്റ് എടുക്കും. പക്ഷെ പിന്നെ പ്രാക്ടിക്കലി അതൊന്നും നടന്നില്ല. കാര്യം അദ്ദേഹം എൻ്റെ 2ാം ഭർത്താവിൻ്റെ സ്ഥാനത്തേക്ക് അങ്ങ് ആയിപ്പോയി. മകൾ വരുമ്പോഴും വരും, കാര്യം അവൾക്കറിയാമല്ലോ, ഓൾറെഡി ഞാനങ്ങ് പറഞ്ഞു വെച്ചിരിക്കുകയാണല്ലോ. അവൾക്കത് വലിയ അസൂയാണ്. എങ്കിലും അങ്ങേര് വരുമ്പോഴേക്കും അവൾ നല്ല രീതിയിലൊക്കെ സംസാരിക്കും. എന്നെ അവൾ ഇടയ്ക്ക് കുറ്റപ്പെടുത്തുകയും ചെയ്യും. നിങ്ങൾക്ക് പ്രായമായപ്പോൾ എന്ത് കുഴപ്പമാണെന്ന്. നിൻ്റെ കുഴപ്പം തന്നെ, നീയേ 20ാമത്തെ വയസ്സിൽ ചാടിപ്പോയില്ലേ, ആ കുഴപ്പം തന്നെ എനിക്ക് എന്ന് പറയും. ഇളയ മകളോടും ഞാൻ തുറന്നു പറഞ്ഞു. അവൾ പറഞ്ഞു, ആ അഡ്ജസ്റ്റ് ചെയ്യാമേ, അല്ലേ ഇപ്പം എന്ത് ചെയ്യാനാണ്, ജീവിതമല്ലേ എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഇളയ മകൾക്കും ജീവിതത്തിൽ എന്തൊക്കെയോ ചുറ്റിക്കളികളുണ്ടെന്നാണെന്നും. ആ ഇനിയിപ്പം നോക്കിയിട്ട് കാര്യമില്ല, തലയ്ക്ക് മീതെ വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ബോട്ട് ഇറക്കുക, അല്ലാതെ വേറെ രക്ഷയുമില്ലല്ലോ. അങ്ങനെ എല്ലാം സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് മൂത്ത മോൾ വന്നു കഴിഞ്ഞാൽ ഇനി ഭർത്താവിന് വേണ്ട, ഞാൻ പോകുന്നില്ല എന്നൊക്കെ പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, നീ കണ്ടെത്തിയതാണ്, നീ എത്രയും പെട്ടെന്ന് അവനുമായി ജോഡി ചേർന്ന് ജീവിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകും, ഒരു കുട്ടിയൊക്കെ വേണം, അപ്പം എല്ലാം ശരിയാകുമെന്നൊക്കെ പറയും. പക്ഷേ അവൾ ചിലപ്പോൾ കേൾക്കും, ചിലപ്പോൾ കേൾക്കില്ല. പക്ഷേ ദിവസങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് പറയാം. അതിനിടയ്ക്കാണ് ഒരു സംഭവം നടന്നത്, അതും ഞെട്ടിക്കുന്ന സംഭവം. ഒരു ദിവസം രാവിലെ ഉണർന്നു വന്ന് നോക്കുമ്പോൾ പിണങ്ങി വന്ന മകൾ അവിടെ ഇല്ല. അവളവിടെ പോയി. ഞാൻ ഫോൺ വിളിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും സ്വിച്ച് ഓഫ് ആണ്. പറയാതെ പോകുന്ന ഒരു പരിപാടിയൊന്നും അവൾക്കില്ല. അന്നത്തെ ദിവസം മുഴുവൻ അവളെ വിളിച്ചു, സ്വിച്ച് ഓഫ് ആണ്. പക്ഷേ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴേക്കും അപ്പുറത്തെ ഇക്കയുടെ ഭാര്യ വന്ന് എന്നോട് പറഞ്ഞു, ഇക്കയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, എന്താണെന്ന് അറിയില്ല, പുള്ളി തിരിച്ചു വന്നില്ല ഇതുവരെ എന്നൊക്കെ എന്നോട് പറഞ്ഞു. അവരങ്ങനെ വരാത്തതാണ്. ഞാനോർത്തു, ഇതെന്താ? ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും കൊണ്ട് ഒരോട്ടം വന്നു. അതിൽ നിന്നും എൻ്റെ മോളുടെ ഭർത്താവ്, ഞാനങ്ങനെ വല്ലപ്പോഴേ കണ്ടിട്ടുള്ളൂ, അവൻ വന്ന് ഗേറ്റിനവിടെ നിന്നിട്ട് അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന്. ഞാൻ പറഞ്ഞു, നിൻ്റെ ഭാര്യയല്ലേ, എവിടെ പോകുന്ന നിനക്കല്ലേ അറിയുകയുള്ളൂ, അവൾ ഇവിടെ ഇല്ല, നിൻ്റെ അടുത്ത് വരുവാന്ന് പറഞ്ഞ് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, വന്നിട്ടില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇവിടെ കണ്ട് ഒരു ഇക്കയുണ്ട്, ആ ഇക്കയുമായിട്ട് അവൾ ഒളിച്ചോടിപ്പോയെന്ന് നാട്ടിലെല്ലാം പാട്ടായെന്നും. അവളുടെ ഭാര്യ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും കൂടെ തലയ്ക്ക് കൈ കൊടുത്ത് അവിടെ നിന്നുപോയി. ഞാനാണെങ്കിൽ അവരോട് പറഞ്ഞു, എനിക്കറിയത്തില്ല, നീ നിൻ്റെ ഭാര്യ തമ്മിലുള്ള കാര്യമാണ്, ഇവിടുന്ന്
പൊയ്ക്കോ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അവരോട് പറഞ്ഞു, നിങ്ങളും അകത്ത് പോകും, നമുക്ക് ഫോണിൽ കൂടി സംസാരിക്കാമെന്ന്. പിന്നെ അകത്ത് കയറി ഞാൻ കഥ കടച്ചു. മരുമകൻ അവിടെ കിടന്ന് എന്തൊക്കെയോ പറഞ്ഞു, അവളെ ഞാൻ വെച്ച് പൊറപ്പിക്കില്ല എന്നൊക്കെ. എന്തോ എനിക്കൊന്നും അറിയില്ല മാഡം. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങൾ മനസ്സിലായി. ഇക്കയും അവളും തമ്മിൽ ഇടയ്ക്ക് പ്രേമമായി. ഇക്ക അവളെയും കൊണ്ട് എങ്ങോ പോയി, കുടകിലോ മൈസൂരിലോ അവിടെ എങ്ങാണ്ടായിരുന്നു. രണ്ടുപേരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഈ സ്ത്രീയാണെങ്കിൽ ഇവിടെ തന്നെയല്ലേ ഉള്ളൂ, അവർക്കും ആവശ്യങ്ങളുണ്ട്. ഇത്തിരി വയ്യാത്ത സ്ത്രീയല്ലേ. ദൈവമേ, ഞാനതിന് കാരണക്കാരിയായല്ലോ എന്നോർത്തു. അവർക്ക് പല സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുത്തു. അവസാനം ഒരു ദിവസം ഇക്കായെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഇക്ക പറഞ്ഞു, സംഭവിച്ചു പോയി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. എൻ്റെ മോളോട് സംസാരിച്ചപ്പോൾ ഇക്ക എനിക്ക് പിരിയാൻ വയ്യ, അമ്മ എന്നോട് ദേഷ്യപ്പെടരുത് എന്നൊക്കെ പറഞ്ഞു. എന്തായാലും എനിക്ക് മനസ്സിലായി, ഇവളൊന്നും ഒരിടത്തടങ്ങി നിൽക്കില്ല, ഈ ആളും നിൽക്കില്ല. ഞാനിപ്പം ഇങ്ങനെ കയറി പ്രേമിച്ചിട്ട് ഒരു ഗുണവുമില്ല. പിന്നെ ജാതിയാളുള്ള തൂത്താലും പോകില്ല. എൻ്റെ കയ്യിലും നല്ല തെറ്റുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, എടി മോളെ, എന്തായാലും നീ നിന്റെ ഭർത്താവിനെ ഉപേക്ഷിക്കാനിരിക്കുകയാണ്. പിന്നെ ഇക്ക, നിങ്ങളുടെ ഭാര്യയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നിങ്ങൾക്ക് 1, 2, 3 പെണ്ണുങ്ങളോടല്ലല്ലോ സ്നേഹമുള്ളത് അല്ലെങ്കിൽ ബന്ധമുള്ളത്. പിന്നെ നിങ്ങൾ ആരെ പേടിച്ചാണ് ഒളിച്ചോടിപ്പോയത്? ഇവിടെ ആരും നിങ്ങളെ കുറ്റം പറയാനിരിപ്പില്ല. കാര്യം ഞാനും തെറ്റുകാരിയാണ്, നീയും തെറ്റുകാരിയാണ്, ഇങ്ങേരും തെറ്റുകാരനാണ്. അപ്പോൾ പിന്നെ ആരെ കുറ്റം പറയാനാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവരെ ഓർത്തത്. ശരിക്കും എന്തിനാണ് ഒളിച്ചോടിപ്പോയത്? ഒരാവശ്യവുമില്ലായിരുന്നു. എന്തായാലും പ്രേമം സ്നേഹം എന്നുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നീട് മോൾ തിരിച്ചു വന്നു. മരുമകൻ വന്ന് വഴക്കുണ്ടാക്കി. അപ്പോൾ അവൾ പറഞ്ഞു അവൻ്റെ കൂടെ വരുന്നില്ല, ആ ബന്ധം ഉപേക്ഷിക്കുകയാണെന്ന്. അങ്ങനെ മൂത്ത മകൾ ഇവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ ഇക്ക സത്യം പറഞ്ഞാൽ അവളെയാണ് യഥാർത്ഥ ഭാര്യയായിട്ട് കരുതുന്നത്. നാട്ടുകാർക്കും ഇപ്പോൾ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ നാട്ടുകാർ വിശ്വസിക്കുന്നത് അവളും അങ്ങേരുമാണ് ജോഡികളെന്നാണ്. ഞാനും ഇക്കയും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയിട്ടൊന്നും ആർക്കും സംശയമില്ല. പക്ഷേ എങ്കിലും ഞങ്ങളുടെ കുടുംബം, ഞങ്ങൾ 2 പെണ്ണുങ്ങൾ എല്ലാവരും ഇപ്പോഴും ആളുകൾക്ക് പരിഹസിക്കാൻ പറ്റുന്ന ആളുകൾ തന്നെയാണ്. കാര്യം എല്ലാവരും എല്ലാം അറിഞ്ഞല്ലോ. ഇപ്പോൾ പിന്നെ മാഡം ഒന്നും കൂസാതെ മുന്നോട്ട് പോവുകയാണ്. അവർ എന്നേക്കാൾ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇക്ക ചില ദിവസങ്ങളിൽ എൻ്റെ അടുത്തേക്ക് വരും. ആ സമയത്ത് ഞാൻ എതിർക്കാറില്ല. കാര്യം എതിർക്കാനുള്ള യോഗ്യത എനിക്കില്ല. അങ്ങനെ എല്ലാവരും എല്ലാം അറിഞ്ഞ് അത്ര നല്ല പേരൊന്നുമില്ലാത്തൊരു ജീവിതമാണ്. എങ്കിലും അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. ഞാനിത് എഴുതുന്നത് മാഡം ഇത് വായിക്കുക. ശരിക്കും ഒരു ഗുണപാഠമാണ്. എൻ്റെ ഒരു ജീവിതം പോലെ ഒരിക്കലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് ചക്ക ഇടാനും മാങ്ങ ഇടാനും ഒന്നും പോകരുത്. നല്ല രീതിയിൽ ജീവിക്കണമെന്നാണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. ഒത്തിരി ബന്ധങ്ങൾ ഒരിടത്ത് വന്നു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതല്ലാതെ അതിൽ വലിയ നല്ല കാര്യങ്ങളില്ലെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കഥകൾ ഒരു അഭിപ്രായം സമന്വയിപ്പിക്കാൻ വേണ്ടി ഉപകാരം ചെയ്യും. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കഥ കേട്ടല്ലോ.